മാർവലിൻ്റെ സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ അത് സെൻട്രിയാണ്. ആക്ച്വലി സൂപ്പർമാനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് സെൻട്രിനെ മാർവൽ ക്രിയേറ്റ് ചെയ്തതെന്ന് ആ സൂട്ടും പുള്ളിയുടെ പവേഴ്സൊക്കെ വെച്ച് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ സൂപ്പർമാനെ ഡിറ്റോ അതേപോലെ തന്നെ കോപ്പി അടിച്ചിട്ട് എടുത്ത് വെച്ചിട്ട്, അതായത് ഒറിജിൻ സ്റ്റോറിയൊക്കെ അതേപോലെയുള്ള മാർവലിൻ്റെ സൂപ്പർമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും ഹൈപ്പീരിയനാണ്. പക്ഷേ മെയിനായിട്ടും സെൻട്രീനെയാണ് എല്ലാവരും പറയാറ്. അപ്പോൾ സെൻട്രീനെ തന്നെ നമുക്ക് എടുക്കാം. കോമിക്സിൽ സെൻട്രീനെ 1 മില്യൺ എക്സ്പ്ലോഡിങ് സൺസിൻ്റെ പവേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരാളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് മൂവീസിൽ വരുമ്പോൾ പുള്ളിയുടെ ആ പവേഴ്സൊക്കെ കുറച്ചിട്ടുണ്ടാവും. 1000 സൺസിൻ്റെ പവേഴ്സുള്ള ഒരാളെന്നേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും സെൻട്രി ഇപ്പോൾ ഓൾറെഡി എന്തായാലും നമ്മുടെ മാർവൽ യൂണിവേഴ്സിലുണ്ട്. ഇപ്പോൾ ഡൂംസ്റ്റേയിൽ കൂടെ നമ്മുടെ ഡോക്ടർ ഡൂമും വരാൻ വേണ്ടി പോവാണ്. ഓൾറെഡി ഡൂംസ്റ്റേയുടെ ഈ പ്ലോട്ട് ലീക്കിലൊക്കെ ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ സെൻട്രി തന്നെ ഒരു ഇൻക്വേഷൻ പുള്ളിയുടെ ഒറ്റ കൈ കൊണ്ട് തടഞ്ഞു നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതൊക്കെ എന്താവും എന്നൊക്കെ നമുക്ക് പടം വന്നിട്ടറിയാം. പക്ഷേ ആക്ച്വലി ഈ സെൻട്രിയും നമ്മുടെ ഡോക്ടർ ഡൂമും തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ ഇവരിൽ ആരായിരിക്കും ജയിക്കുക? ഇവരുടെ രണ്ടുപേരുടെയും പവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ട് ആര് ജയിക്കും ആര് തോക്കും എന്നുള്ള കാര്യമൊന്നല്ല ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. കാരണം അങ്ങനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ റൈറ്റർ എന്താണോ തീരുമാനിക്കുന്നത് അതേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതിന് മുമ്പ് കോമിക്സിൽ ഇവർ തമ്മിൽ നടന്നിട്ട് ഓൾറെഡി ഉണ്ടായിരുന്നുള്ള ഫൈറ്റിൽ ആരാണ് ജയിച്ചതെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ കൂടുതൽ ബോറടിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോവാം. ആദ്യം തന്നെ ഈ ഫൈറ്റ് എങ്ങനെ നടക്കുന്നു, എന്തിന് നടക്കുന്നു എന്നുള്ള കാര്യം. ആക്ച്വലി നമ്മുടെ ഡോക്ടർ ഡൂം ഈ മൊത്തം വേൾഡും പുള്ളിക്ക് കോൺകർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാറ്റ്വീരിയയിൽ പുള്ളിയുടെ ഡൂം പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് ടൈം ട്രാവൽ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് പുള്ളി എന്തൊക്കെയോ ഈ വേൾഡിനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ അവഞ്ചേഴ്സും സെൻട്രി അയൺമാനൊക്കെ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഡൂമിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അങ്ങനെ ആ ഡൂം കാസലിൽ നടന്ന ആ ഫൈറ്റിൽ മൊത്തം നമ്മുടെ സെൻട്രിയെ ഒക്കെ കൂടി ഇടിച്ച് തകർത്ത് അവിടെ അടി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഡൂമിൻ്റെ ആ ടൈം പ്ലാറ്റ്ഫോം ആക്ടിവേറ്റ് ആയിട്ട് ഡൂമും അയൺമാനും സെൻട്രിയും ആ ടൈം അതിൻ്റെ ഉള്ളിൽ പെട്ടുവാണ്. അങ്ങനെ ഇവർ അതിൻ്റെ ഉള്ളിൽ പെട്ടതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അയൺമാനും ഡോക്ടർ ഡൂമിനെയാണ്. അങ്ങനെ ഡോക്ടർ ഡൂം പുള്ളിയുടെ പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് അയൺമാൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങൾ എൻ്റെ ലാറ്റ്വീരിയയിലും എൻ്റെ മെഷീൻ്റെ അടുത്തും ചെയ്തതിനൊക്കെ പലമായിട്ട് പുന്നാര മോനെ നിന്നെയൊക്കെ കൊല്ലാതെ ഞാൻ വിടത്തില്ലെന്ന് പറയാണ്. അതേസമയം വേറെ ഏതോ ഒരു സ്ഥലത്ത് നമ്മുടെ സെൻട്രി അടി കൊണ്ട് കിറുങ്ങി കിടക്കുകയാണ്. അങ്ങനെ പുള്ളിക്കും ബോധം വരികയാണ്. അങ്ങനെ സെൻട്രി ബോധം വന്ന് പുറത്തോട്ട് നടന്നപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാ ജനങ്ങളോടും ഞാൻ എവിടെയുള്ളത്, ഇത് ലാറ്റ്വീരിയ ആണോ, ആ ഫൈറ്റ് നടന്നുകൊണ്ടിരുന്ന ആ സ്ഥലമാണോ എന്നൊക്കെ നമ്മുടെ സെൻട്രി ചോദിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ആൾക്കാരൊക്കെ ലാറ്റ്വീരിയോ അതെന്ത് വാങ്ങാനൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ സെൻട്രിക്ക് എവിടെയോ എന്തോ പണി പാളിയെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ സെൻട്രി എന്താ നടക്കുന്നതെന്ന് അറിയാതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പുള്ളി വേറൊരു കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്. പുള്ളിക്ക് ഓൾറെഡി ഒരു മെൻ്റൽ ഡിസോർഡർ ഉള്ളത് പുള്ളിക്ക് അറിയാം. സോ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഈ ഡൂമായിട്ടുള്ള ഫൈറ്റൊക്കെ പുള്ളിയുടെ ഒരു ഇല്യൂഷൻ ആണോ എന്നുള്ള ഒരു രീതിക്ക് പുള്ളി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ പുള്ളി ജീവനോടുള്ള തോർ പറന്നു വന്ന് കാണുകയാണ്. അപ്പോഴാണ് പുള്ളി മനസ്സിലാവുന്നത് തോർ ചത്തിട്ടില്ലേ, തോർ അങ്ങനെ ജീവനോടുണ്ട്. അതായത് ആ ടൈമിലുള്ള തോർ മരിച്ച പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അതൊക്കെ വേറെ കഥയാണ്, നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണ്ട. അങ്ങനെ തോറിനെ കണ്ടത് സെൻട്രിക്ക് മനസ്സിലാവാണ് എവിടെയോ എന്തോ തകരാറുണ്ട്. എത്രയും പെട്ടെന്ന് അവഞ്ചേഴ്സ് ടവറിൽ എത്തിയിട്ട് ഇതിനുള്ള ഒരു മറുപടി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി പോവാണ്. അങ്ങനെ അവിടെ എത്തിയത് സെൻട്രി തന്നെ ഷോക്കാവാണ്. കാരണം ആ അവഞ്ചേഴ്സ് ടവർ ഉള്ള ആ സ്ഥാനത്ത് അങ്ങനെ ഒരു ടവറേ ഇല്ല. പകരം സെൻട്രിയുടെ തന്നെ വാച്ച് ടവറാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഇതൊക്കെ കണ്ടത് പുള്ളി ഓൾമോസ്റ്റ് എല്ലാം കൺഫേം ആയി. ഇനി എൻ്റെ ഉള്ളിലുള്ള വോയിഡ് എങ്ങാനും പുറത്തു വന്നോ, ഞാനാണ് ഇതിനൊക്കെ കാരണം, ഈ മൊത്തം സംഭവം ഇങ്ങനെയൊക്കെ ആവാനുള്ള കാരണം ഞാനാണെന്നൊക്കെയുള്ള ഒരു ഗിൽട്ട് പുള്ളിയുടെ ഉള്ളിൽ വരാൻ തുടങ്ങി. അപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് നടക്കുന്നത്. കാരണം അവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്ക് റോബറി തടയാൻ വേണ്ടിയിട്ട് അവിടെ ഈ സെൻട്രീനെ പോലെ തന്നെ സ്യൂട്ടിട്ടുള്ള വേറൊരാൾ വരികയാണ്. അങ്ങനെ അത് വേറെ ആരുമല്ല, ആ ടൈം ലൈനിൽ അപ്പോൾ ഉള്ള ഒറിജിനൽ സെൻട്രിയാണ്. അത്രയും നേരം സെൻട്രിക്ക് ഒരു ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പുള്ളി പാസ്റ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ പുള്ളിക്ക് ഒരു കാര്യം ഡെഫിനറ്റ് ആയിട്ടും കൺഫേം ആയി. അതായത് പാസ്റ്റിലേക്ക് തന്നെയാണ് പുള്ളി വന്നിരിക്കുന്നത്. പക്ഷേ പാസ്റ്റിലുള്ള വേറൊരു യൂണിവേഴ്സിലാണ് പുള്ളി എത്തപ്പെട്ടിരിക്കുന്നത് തന്നെ മനസ്സിലാവുകയാണ്. അതേസമയം ആ ടൈം പ്ലാറ്റ്ഫോം കാരണം അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡോക്ടർ ഡൂം നേരെ അയൺമാൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതൊക്കെ നടന്നത് നീ കാരണമാണെന്ന് പറഞ്ഞിട്ട് പുള്ളിനെ കൊല്ലാൻ നോക്കുകയാണ്. അപ്പോൾ തന്നെ അയൺമാനും ചോദിക്കുകയാണ് ആ ടൈം പ്ലാറ്റ്ഫോം വെച്ചിട്ട് നീ എന്താണ് ഡൂം ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഒന്ന് പോയേക്കാ, എൻ്റെ നാട്ടിലും കയറി വന്ന് എൻ്റെ സ്ഥലം ഇടിച്ചകർത്ത് എൻ്റെ കണ്ടുപിടുത്തവും ഇല്ലാതാക്കിയിട്ട് നിനക്ക് ഞാൻ ഉത്തരം കൂടി തരണമെന്ന് പറയാണ്. അങ്ങനെ അയൺമാനും പറയാണ് നീ എന്താണ് ചെയ്തതെന്നോ എന്തുകൊണ്ടാണ് ചെയ്തതെന്നോ എനിക്കറിയില്ല, പക്ഷെ നീ ചെയ്ത കാര്യം എന്താണെങ്കിലും സ്പേസ് ടൈമിനെ വളരെയധികം വല്ലാണ്ട് ബോറായിട്ട് ഡിസ്റ്റർബ് ആക്കുന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞുകൂടെയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ടോണി സ്റ്റാർക്കും ചോദിക്കുകയാണ് ഇനി നീയും അവർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അതായത് സ്ക്രൾസിന് വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് ഡൂമിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അതായത് സീക്രട്ട് ഇൻവേഷൻ നടക്കുന്ന ആ ടൈമിലാണ് ഈ സ്റ്റോറിയൊക്കെ നടക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ ഡൂമിന് മനസ്സിലായി എന്തൊക്കെയോ തകരാറ് പറ്റിയിട്ടുണ്ട് പുള്ളിയുടെ ആ ടൈം പ്ലാറ്റ്ഫോം കാരണമെന്ന്. അങ്ങനെ പുള്ളിയും പറയാണ് നിങ്ങൾ നടത്തിയ അറ്റാക്കിൽ ടൈം പ്ലാറ്റ്ഫോം തന്നെ മൊത്തം കൊളാപ്സായി, അത് കാരണമായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടാവേണ്ടത്, നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പറയാണ് പുള്ളി. അങ്ങനെ ഇവർ ഈ നടന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ തന്നെ ഓൾറെഡി നമ്മുടെ സെൻട്രി ഇവരെ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ അയൺമാൻ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയാണെന്ന് ഡൂമെന്ന് വിചാരിച്ചിട്ട് നീ എന്താണ് പന്നിന്ന് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് നമ്മുടെ ഡൂമിനെ അറ്റാക്ക് ചെയ്യാണ്.
അങ്ങനെ ഡൂമിനെ എയറിൽ പൊക്കി പിടിച്ച് അടിച്ചുകൊണ്ട് തന്നെ എല്ലാം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ പഴയ പോലെ ആക്കിക്കോ, അല്ലെങ്കിൽ നിൻ്റെ നാരായിട്ട് കീറിയെടുക്കുമെന്ന് പറയാണ് സെൻട്രി. ഉടനെ ഡൂം പുള്ളിയുടെ മാജിക് പവേഴ്സ് യൂസ് ചെയ്തിട്ട് സെൻട്രീൻ്റെ ഉള്ളിലുള്ള ആ വോയിഡിനെ അവേക്കൻ ചെയ്യാൻ നോക്കുകയാണ്. ഇത് കണ്ടതും നമ്മുടെ അയൺമാൻ തന്നെ വന്നിട്ട് ഡൂമെ നിർത്തടാ, നീ ആരുടെ അടുത്താടാ ഈ കളിക്കുന്നത്, അവനെങ്ങാനും പുറത്ത് വന്നാൽ നിന്നെ എന്നെയും പോലും പിന്നെ മഷി ടോക്കിയാൽ പോലും കിട്ടൂല എന്ന് പറയാണ്. നിൻ്റെ ബ്ലാക്ക് മാജിക്കൊക്കെ സെൻട്രിയുടെ അടുത്ത് മാറ്റി വെച്ചതോ, അല്ലെങ്കിൽ അവൻ നിന്നെ തന്നെ കൊന്നിട്ട് അവൻ എന്തിനാ നിന്നെ കൊന്നെന്നുള്ള കാര്യം തന്നെ ചിലപ്പോൾ തപ്പി നടക്കുന്നവരെയാണ്. അങ്ങനെ അവരവിടെ നിന്നിട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ സെൻട്രി ചോദിക്കുകയാണ്, അല്ല നമ്മൾ എവിടെയാണുള്ളത്, പാസ്റ്റിലാണോ അല്ലെങ്കിൽ വേറൊരു റിയാലിറ്റിയിലാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അയൺമാനും പറയാണ്, നമ്മൾ ഓൾറെഡി വേറൊരു റിയാലിറ്റിയിലുള്ള വേറൊരു പാസ്റ്റിലാണോ എന്ന് പറയാമെന്ന്. അപ്പോൾ തന്നെ അയൺമാനും പറയാണ്, നമ്മളിവിടെ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും സൂക്ഷിച്ച് വേണം, കാരണം അല്ലെങ്കിൽ അതൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് ക്രിയേറ്റ് ആയി അത് ഈ യൂണിവേഴ്സിൻ്റെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കുന്നവരാണ്. അങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ ഡൂമും ഒരു കാര്യം പറയാണ്, ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത പോലത്തെ ഓൾറെഡി ഉള്ള ഒരു ടൈം മെഷീൻ തന്നെ വേണം. അത് ഈ യൂണിവേഴ്സിലുള്ള ഞാൻ എന്തായാലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെങ്ങനെ പോയാലും ഈ യൂണിവേഴ്സിൽ ആ 4 റീഡ് റിച്ചർഡ്സ് പിടിച്ച് വെച്ചിട്ടുണ്ടാവും. അവൻ്റെ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ടൈം മെഷീൻ കിട്ടുന്നവരെയാണ്. അങ്ങനെ അവരെല്ലാവരും ബാക്സ്റ്റർ ബിൽഡിങ്ങിലേക്ക് പോയിട്ട് ആ ടൈം മെഷീൻ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും ആലോചിക്കുകയാണ് എങ്ങനെ അവരവിടെ പോയി അത് എടുക്കുന്നത്. അപ്പോൾ തന്നെ ഡൂം പറയുന്നുണ്ട്, റീഡ് റിച്ചർഡ്സ് ആണ് അത് എടുത്തു വെച്ചിട്ടുള്ളതെങ്കിൽ അവൻ ഈ ലോകത്തില്ലാത്ത എല്ലാ സെക്യൂരിറ്റി അതിന് ഇട്ട് വെച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് അത് വലിയ പാടായിരിക്കും എടുക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ തന്നെ അയൺമാനും പറയാണ്, എല്ലാ സെക്യൂരിറ്റി ഇടിച്ച് തകർക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, സെൻട്രി ഉണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ തന്നെ അവർക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവാണ്, കാരണം ഈ ടൈമിൽ ആ യൂണിവേഴ്സിൽ അയൺമാൻ ഇല്ല, അതുകൊണ്ട് അയൺമാന് ആ ബാക്സ്റ്റർ ബിൽഡിങ്ങിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല ആ യൂണിവേഴ്സിലുള്ള ഡൂം ഒരു വില്ലൻ ആയതുകൊണ്ട് തന്നെ ഡൂമിനും ആ ബാക്സ്റ്റർ ബിൽഡിങ്ങിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. പക്ഷേ സെൻട്രി ഒരു ഹീറോ ആയതുകൊണ്ട് അവന് അവിടെ പോയി അത് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ സെൻട്രി അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ബാക്സ്റ്റർ ബിൽഡിങ്ങിലേക്ക് പോവാണ്. അങ്ങനെ പുള്ളി അവിടെ ചെന്നതും അവിടെ ഉള്ളത് വേറെ ആരുമല്ല, നമ്മുടെ തിങ്ങാണ്. അങ്ങനെ സെൻട്രി അവിടെ വന്നതും ഇവിടെ ഉള്ളായിരുന്ന ആ ടൈം മെഷീൻ എവിടെ എന്തൊക്കെയോന്നൊക്കെ ഒരു വശപ്പശക്കിൽ ചോദിച്ചപ്പോൾ തന്നെ തിങ്ങിന് എന്തോ ഒരു ഡൗട്ട് അടിച്ചിട്ട് പുള്ളിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് സെൻട്രീനെ. സെൻട്രി ജസ്റ്റ് ഒന്ന് തട്ടത്തേ ഉള്ളൂ, തിങ്ങ് തെറിച്ചു പോവാണ്. തിങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ആഞ്ഞൊരു കുത്തുകൊത്താൻ വന്നതും സെൻട്രി പുല്ല് പോലെ ആ കല്ല് പോലെ അവിടെ നിൽക്കുവാണ്. അങ്ങനെ സെൻട്രിയും സോറി ബെൻ വേറെ വഴിയില്ലെന്ന് പറഞ്ഞിട്ട് ആ തിങ്ങിനെ അങ്ങ് അടിച്ച് തെറിപ്പിക്കുകയാണ്. പുള്ളി തെറിച്ചങ്ങ് പോവാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ടൈം മെഷീൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ സെൻട്രിയും അയൺമാനും കൃത്യം അവരെവിടുന്നാണോ ആ ടൈമിൽ ടെലിപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നത് ആ ടൈമിലേക്ക് തന്നെ ആ മൊമെൻറ്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. പക്ഷെ അവരുടെ കൂടെ നമ്മുടെ ഡോക്ടർ ഡൂം ഇല്ല. അങ്ങനെ ഡോക്ടർ ഡൂം എവിടെയെന്ന് അവരൊക്കെ തപ്പാൻ തുടങ്ങും. അവർ രണ്ടുപേരും തപ്പാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ദൂരത്തുനിന്ന് നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ അവിടുന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെൻട്രിൻ്റെ അടുത്തേക്ക് വരുന്നത്. താഴെ നോക്കുമ്പോൾ ആ ലാറ്റ്വിഡിയിൽ ഒരു ബ്ലാസ്റ്റ് തന്നെ നടക്കുകയാണ്. അതേസമയം നമ്മുടെ ഡൂമാണെങ്കിൽ അവിടുന്ന് മുങ്ങിയിട്ട് നേരെ ഓൾറെഡി ഒരു മാജിക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് പോയി എന്തോ ഒരു ഡീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് അത്ര തന്നെ. അങ്ങനെ ആ ചേച്ചിയുടെ ആ ഒരു ഈവിൾ ആർമിയൊക്കെ ചേർന്നിട്ടാണ് ഡൂം ഈ മൊത്തം വേൾഡിനെ കോൺകർ ചെയ്യാനുള്ള ഈ സംഭവമൊക്കെ നടക്കുന്നതും അവരൊക്കെ നമ്മുടെ ഈ അവഞ്ചേഴ്സ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നതും. അങ്ങനെ ഡൂമാണെങ്കിൽ അവരൊക്കെ കൺട്രോൾ എടുത്തിട്ട് അവരുടെ പവേഴ്സ് വെച്ചിട്ട് തന്നെ പുള്ളിയുടെ ആ മെഷീൻ ആക്ടിവേറ്റ് ചെയ്യുക, അതായത് പുള്ളിയുടെ ആ ടൈം പ്ലാറ്റ്ഫോം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അങ്ങനെ അവർ അതിനൊക്കെ എങ്ങനെയൊക്കെ എസ്കേപ്പ് ആയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് വരുമ്പോഴാണ് ആ ടൈം പ്ലാറ്റ്ഫോം അവിടുന്ന് പൊട്ടിത്തെറിക്കുന്നതും അത് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ കാരൽ ഡാൻവേഴ്സ് വരുന്നതും സെൻട്രീനെയും അയൺമാനും കാണുന്നതും അവരുടെ അടുത്ത് അവിടുന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയുന്നതും. അങ്ങനെ ആ ബ്ലാസ്റ്റിൽ ഒരുപാട് പേര് മരിക്കുകയാണ്. അതിൽ നമ്മുടെ അയൺമാനും ഹെവിലി ഇഞ്ചേർഡ് ആവുകയാണ്. അങ്ങനെ അയൺമാൻ തന്നെ ചാവുന്ന നിലമിലേക്ക് എത്തുകയാണ്. കാരൽ ഡാൻവേഴ്സ് ആണെങ്കിൽ അവൻ്റെ ആ ബ്ലാസ്റ്റിൻ്റെ മൊത്തം എനർജിയും പുള്ളിയുടെ സ്യൂട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ജസ്റ്റ് മിസ്സിന് അത് പുള്ളി രക്ഷപ്പെടുകയാണ്. അതേസമയം ഇപ്പുറത്ത് നമ്മുടെ ഡോക്ടർ ഡൂമായിട്ട് ബാക്കിയുള്ള ആ അവഞ്ചേഴ്സ് ഒക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു സൂര്യപ്രകാശം പോലത്തെ ഒരു വെളിച്ചം വരികയാണ്. അങ്ങനെ ഡൂമിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ സെൻട്രി വന്ന് നിൽക്കുകയാണ്. ഉടനെ തന്നെ വന്നതും പുള്ളിയുടെ ആ മാസ്കിനിട്ട് ഒരേറ്റ പിടുത്തം പിടിക്കുകയാണ് സെൻട്രി. അങ്ങനെ സെൻട്രി അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കിൽ നിന്ന് നമ്മുടെ അയൺമാൻ പറയാണ്, വിക്ടർ വോൺ ഡൂം ഹ്യൂമാനിറ്റിക്ക് എതിരായിട്ടുള്ള ക്രൈമിന് വേണ്ടി നിന്നെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറയാണ്. പക്ഷെ അവിടെയായിരുന്നു ചെറിയൊരു പ്രശ്നം ഓൾറെഡി പറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിനു മുമ്പ് ഇവർ ആ പാസ്റ്റിൽ പോയ ടൈമിൽ നമ്മുടെ ഡൂം സെൻട്രിൻ്റെ മൈൻഡ് വെച്ച് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വോയിഡ് പയ്യെ പുള്ളിനെ ടേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെൻട്രിനെ. അതുകൊണ്ട് തന്നെ ആ തല അങ്ങ് പറിച്ചെറിഞ്ഞ് കളയാണ് ഡൂമിൻ്റെ സെൻട്രി. ഇങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഈ ഫൈറ്റ് തുടങ്ങുന്നതും എൻഡാവുന്നതും. ഇതിൻ്റെ ശേഷം വാലിൽ നിന്നിട്ട് കുറേ സ്റ്റോറി ലൈൻ പോകുന്നുണ്ട്. അതായത് ഡൂം മരിക്കുന്നൊന്നുമില്ല, പുള്ളി ഓൾറെഡി ട്രിക്ക് ചെയ്തിട്ടായിരിക്കും എല്ലാവരെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇത്രയാണ് സെൻട്രി വിചാരിച്ച ഒരു ഞൊടിക്ക് നമ്മുടെ ബേസ് വെർഷൻ ഓഫ് ഡൂമിനെ കൊന്നാളയാൻ വേണ്ടി പറ്റൂ. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.